ഹായ് ഹലോ ഫോവിയയിൽ നിന്നാണ്. അപ്പം ഫോവിയ വെച്ചിട്ട് ഈ സൂപ്പർ 30 ഷെഡ്യൂൾ പഠിക്കുന്നത് എങ്ങനെയാണ്, ഫോവിയയിലെ റിസോഴ്സസ് എല്ലാം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ലാസ്റ്റ് 30 ഡേയ്സ് ഓഫ് യൂണിവേഴ്സിറ്റിക്ക് മുമ്പുള്ള അവസാനത്തെ 30 ദിവസം എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, അപ്പം ഞങ്ങളൊരു 3 വർഷമായിട്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് മുമ്പ് നടത്തുന്ന ഒരു സ്പെഷ്യൽ കോഴ്സാണ് ഫോവിയ ക്രാഷ് കോഴ്സ് എന്നത്. ഒരുപാട് സ്റ്റുഡൻസ് അതിൽ ഭാഗമാവുകയും നിങ്ങൾക്ക് ഞങ്ങൾ ഇൻസ്റ്റാ പേജിൽ അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം പേരാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ആ ക്രാഷ് കോഴ്സ് കൊണ്ട് മാത്രം നല്ല മാർക്ക് ഡിസ്റ്റിങ്ഷൻ നല്ല മാർക്കൊക്കെ വാങ്ങിയ എത്രത്തോളം പേരുണ്ടെന്നും അവരുടെ ടെസ്റ്റിമോണിയൽസൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പം മക്കൾ ആദ്യമേ പറയട്ടെ, ഒരു പോസിറ്റീവായിട്ട് മനസ്സിലാക്കേണ്ടത്, കുഹാസിന് മുന്നിൽ നിങ്ങളെല്ലാവരും അറ്റ് പ്രസൻറ്റ് ഈക്വലാണ്. ഇൻറ്റേർണൽസ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈക്വലാണ്. കാരണം എന്താ? കാരണം നിങ്ങൾക്ക് ഇൻറ്റേർണൽസ് യൂണിവേഴ്സിറ്റിയിലെ ടോട്ടലിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈക്വലാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നത് എന്നത് വെച്ച് മാത്രമേ നിങ്ങളെ യൂണിവേഴ്സിറ്റി മാർക്ക് വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും എനിക്കൊരു ഡിസ്റ്റിങ്ഷൻ വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലാസ് വാങ്ങണം, അല്ലെങ്കിൽ ഞാൻ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നതിന് ഒരു കുഹാസ് തന്നെ പറയുന്നു, യെസ് നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾ എന്താണോ ആ യൂണിവേഴ്സിറ്റി എക്സാമിൽ എഴുതുന്നത് അത് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. യുവർ പാസ്റ്റ് ഈസ് പാസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പം ആ പ്രസൻറ്റ് പരമാവധി പഠിക്കുക, നിങ്ങൾക്കൊണ്ട് കഴിയുന്ന അത്രയും പഠിക്കുക, ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡിൽ പഠിക്കുക. വെറുതെ വാരിക്കൂട്ടി അവിടെ നിന്ന് ഇവിടുന്ന് നോക്കുന്നതല്ല, ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ്. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പ് പ്രസൻറ്റ് ചെയ്യുന്ന ഫോവിയ ക്രാഷ് കോഴ്സ്. ഓക്കെ, അപ്പോൾ ഫോവിയ സൂപ്പർ 30 ഷെഡ്യൂളിൽ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് നോക്കാം. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ആദ്യത്തെ നിങ്ങളെ സംശയം വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് പഠിക്കണം എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. എന്തൊക്കെയോ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇപ്പോൾ നിങ്ങൾ ഈ ഫൈനൽ ആവറേജ് മോഡലൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡൗട്ട് എന്ത് വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണം. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്, നിങ്ങൾ അതന്നെ വായിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ടോപ്പിക്ക് വായിക്കുകയാണെങ്കിൽ രാത്രി വരെ ആ ടോപ്പിക്ക് തന്നെ വായിച്ചുകൊണ്ടിരിക്കും, ഒന്നും നീങ്ങില്ല. അപ്പോൾ പിറ്റേ ദിവസം എന്താവും? ഡിപ്രഷനും ആവും. പിന്നെ എന്ത് പഠിക്കണം എന്നൊരു, കാരണം നമ്മൾ പിറ്റേ ദിവസം പഠിക്കാതിരിക്കുമ്പോൾ ഇന്നലെ ഒന്നും പഠിച്ചിട്ടില്ലോ എന്ന് വെച്ച് ഡിപ്രഷനായിരിക്കും. അതുകൊണ്ടാണ് നമുക്കൊരു ടൈം ടേബിൾ വളരെ അത്യാവശ്യമാണ്. വി ഓൾ നീഡ് എ ടൈം ടേബിൾ. അതാണ് ഫോവിയ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന സൂപ്പർ 30 പവർ പാക്ക് ഷെഡ്യൂൾ. ഈ സൂപ്പർ 30 പവർ പാക്ക് ഷെഡ്യൂളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ഡേ നിങ്ങൾ എന്ത് പഠിക്കണമെന്ന്. ഞങ്ങൾ പറയാണ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്കുള്ള അത്രയും ടോപ്പിക്ക് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു 30 ഡേയ്സ് ടോപ്പിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് അതിൽ ഡേ 1 തന്നെ വെച്ച് പഠിക്കണം ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സബ്ജക്റ്റ് തന്നെ പഠിക്കാം. അറ്റ് പ്രസൻറ്റ് നല്ലത് 3 സബ്ജക്റ്റും കൂടി ഒരു ദിവസം പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രമാണ് പഠിക്കേണ്ടത് നോക്കുക. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കുക. അപ്പോൾ അനാട്ടമിയിൽ അപ്പർ ലിംബ് മാത്രം നിങ്ങൾ പഠിക്കുന്നത് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഇത്രയും ടോപ്പിക്കെങ്കിലും നിങ്ങൾ ഒരു ദിവസം കവർ ചെയ്താലേ കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും പേസിലെത്തുള്ളൂ. കാരണം കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസും ഫോവിയ ക്രാഷ് കോഴ്സ് ബേസ്ഡ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റൂമിൽ ഒരാളെങ്കിലും ഫോവിയ ക്രാഷ് കോഴ്സ് എടുത്ത കുട്ടി ഉണ്ടാവും. ആ കുട്ടിയായിട്ട് ചോദിച്ച് ഈ ഷെഡ്യൂളൊക്കെ വെച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ കേരള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ഞാനും പഠിക്കുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്ര ടോപ്പിക്കെങ്കിലും ഒരു ദിവസം കവർ ചെയ്യുക. അതിന് മാത്രമല്ല, എന്നാൽ മാത്രമേ 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സെക്കൻഡ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇറ്റ്സ് ഓൾ അബൌട്ട് റിവിഷൻ. അപ്പം ഇത്രയും ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡേ 1 നോക്കാം. ഡേ 1 നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ടോപ്പിക് ഉണ്ടാവുക? അപ്പർ ലിംബിൽ ഇൻട്രൊഡക്ഷൻ ടു അപ്പർ ലിംബ്, പെക്ടോറൽ, ആക്സില, ജനറൽ ഫിസിയോളജി കുറച്ച് പഠിക്കണം. ജനറൽ ഫിസിയോളജിയൊക്കെ ഒരു ദിവസം കൊണ്ട് പകുതി കൊണ്ട് തീർക്കണം. ബ്ലഡ് ആൻഡ് ഇമ്മ്യൂണിറ്റി തുടങ്ങണം. സെല്ല് പഠിക്കണം. അമിനോ ആസിഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഫോവിയയിലൊരു കുട്ടി, അല്ലെങ്കിൽ ഫോവിയ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തൊരു കുട്ടി ഇപ്പം അപ്പർ ലിംബ് വെച്ചപ്പോൾ അന്ന് രാവിലെ പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഇത് നമുക്ക് 30 ഡേയ്സ് ഷെഡ്യൂളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡേ എല്ലാ അപ്പർ ലിംബിലെ നമ്മൾ ടോപ്പിക്സ് വെച്ച് പഠിക്കാൻ തുടങ്ങും. ആ കുട്ടിക്ക് മനസ്സിലായി, കാര്യമായിട്ടൊന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് ഫോവിയയുടെ അതേ ഫ്ലോയിൽ ഡേ 1 മുതൽ പഠിക്കാം. നിങ്ങളത് കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അപ്പം ഇത്രയും ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അപ്പർ ലിംബ്, പെക്ടോറൽ കുറച്ച് ഭാഗങ്ങൾ, ആക്സിലാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് എസ്സേസ് ഉള്ളത്, പിന്നെ ബാക്ക് ഓഫ് ബോഡി, സ്കാപ്പുലർ റീജിയൻ. അപ്പോൾ അതാണ് കുട്ടി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് കുട്ടി അത് പഠിക്കുക, അല്ലെങ്കിൽ കുട്ടി എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് ആണ് ഇതിന് അവൈലബിൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കിത് 30 ദിവസം ഷെഡ്യൂളാണ്. ഈ ഷെഡ്യൂൾ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യമേ പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് അറിയില്ലല്ലോ. കാരണം MBBS എന്ന് പറയുന്നത്, MBBS ഈസ് ആക്ച്വലി വാസ്റ്റ്. നിങ്ങൾ ഒരു A മുതൽ Z വരെ വായിച്ച് എവിടെ എത്തൂല. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് പഠിക്കണം? ഇത് ഏതാ 3 സ്റ്റാർ, ഏതാ 2 സ്റ്റാർ, ഏതാ 1 സ്റ്റാർ എന്ന് പഠിക്കണം. അപ്പോൾ അപ്പർ ലിംബിൽ നിങ്ങൾ ആദ്യത്തെ ഡേ 1 പഠിക്കുമ്പോൾ അവിടെ തന്നെ വേറെ ഫയലിൽ എന്തൊക്കെയാണ് മസ്റ്റ് റീഡ്, ബ്രസ്റ്റിൽ എന്ത് പഠിക്കണം, ആക്സിൽ മൊത്തം വേണോ, ആക്സിലാറ്റിൽ എന്ത്, ബ്രേക്കിൽ പ്ലക്സസിൽ എന്ത്, ബാക്ക് ഓഫ് ബോഡിയിൽ എന്താ പഠിക്കേണ്ടത് ഒരു സീനിയർ പറയുന്നത് പോലെ ഞങ്ങൾ ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നോക്കുക, എന്നിട്ട് എന്താ പഠിക്കേണ്ടത് നോക്കുക. അപ്പോൾ എന്താ പഠിക്കേണ്ടതെന്ന് കിട്ടിയേ
അതുപോലെ ജനറൽ ഫിസിയോളജിയിൽ 3 സ്റ്റാർ, ബയോകെമിൽ 2 സ്റ്റാർ എല്ലാം അതിൽ അവൈലബിൾ ആണ്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലെസ്സേഴ്സ് എന്ത് പഠിക്കണം എന്നില്ലുണ്ട്, ഡയഗ്രാംസ് എന്തൊക്കെ നോക്കണം എന്നില്ലുണ്ട്, ക്ലിനിക്കൽ പേഴ്സ് ആയിട്ട് എന്താണ് ഇതിൽ ചോദിക്കാനുണ്ട്. ഇതൊന്നും ആയിട്ടില്ല. എന്ന് വെച്ചാൽ രാവിലെ എണീച്ചിട്ട് ഇന്ന് പഠിക്കേണ്ട ടോപ്പിക് കിട്ടി, ഇതിൽ എന്തൊക്കെ ഏകദേശം പഠിക്കണം എന്ന് മാത്രമേ ആയിട്ടുള്ളൂ. പഠിക്കാൻ തുടങ്ങാൻ പോകണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫോവി ആപ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണാം, അനാട്ടമിയിൽ ഇത്രയും കണ്ടൻറ് ഉണ്ട്. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ഇത്രയാണ് ഫോവിയിലെ മെയിൻ കണ്ടൻറ്. 174 വീഡിയോസ് എല്ലാം അനാട്ടമിയിലുണ്ട്. അപ്പോൾ അനാട്ടമി നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അനാട്ടമി പാർട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ജനറൽ അനാട്ടമിൻ്റെ ഹിസ്റ്റോളജി ഉണ്ട്. നമ്മളത് അപ്പർ ലിംബ് വെച്ച് തുടങ്ങി. കാരണം ഇന്ന് ഫസ്റ്റ് ഡേ അപ്പർ ലിംബാണല്ലോ. അപ്പർ ലിംബിൽ 37 വീഡിയോ ഉണ്ട്. വി ആർ നോട്ട് ടെല്ലിങ് ലൈക്ക് ഓക്കെ നിങ്ങൾ ഒരു ഫോവിയ ക്രാഷ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഡേ മുതൽ എല്ലാ ദിവസവും വീഡിയോ കാണണമെന്നൊന്നും ഞങ്ങൾ നിങ്ങളോട് പറയുന്നില്ല. അത് പോസിബിളായ കാര്യമല്ല. പക്ഷെ അറിയാത്ത ടോപ്പിക്ക് നിങ്ങൾക്ക് വീഡിയോ കാണാം. ഇപ്പം ആക്സിലയിലേക്ക് ബ്രസ്റ്റ്, ബ്രേക്കൽ ഫ്ലെക്സസ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എസ്സേസ് ഒക്കെ റിപ്പീറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ അതിൻ്റെ താഴെ നോട്ട്സ്, ഓരോ വീഡിയോ അതിൻ്റെ താഴെ നോട്ട്സ് ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ രാവിലെയായി ഒരു 8 മണിയാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് പഠിക്കണമെന്ന് മനസ്സിലായി, അത് ഏതൊക്കെ ടോപ്പിക്ക് വായിക്കണമെന്ന് മനസ്സിലായി. ഫോവി ആപ്പ് തുറക്കുമ്പോൾ അതിൻ്റെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് കാണേണ്ട വീഡിയോസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നോട്ട്സ് വായിക്കാം. സൈഫർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഡേ 1 അപ്പർ ലിംബ് തുടങ്ങുന്നതുകൊണ്ട് മാത്രമേ ഞാൻ അപ്പർ ലിംബ് എടുത്തുന്നത് മാത്രമേ, ബാക്കി എല്ലാ ടോപ്പിക്കും ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത്രയും നല്ല എന്ന് വെച്ചാൽ കേരള കുഹാസ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ യൂണിവേഴ്സിറ്റി ടോപ്പർ, യൂണിവേഴ്സിറ്റിക്ക് എഴുതിയതുപോലെ ഉള്ള പ്രസൻറ്റേഷനാണ് ഈ നോട്ട്സ്. അവരാണ് ഈ പേപ്പർ എന്ന് വെച്ചാൽ ഫോവിയ വീഡിയോസ് കണ്ട് കുറച്ച് എക്സ്ട്രാ മെറ്റീരിയൽസ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ നോട്ട്സ് ഉണ്ടാക്കിയത്. എക്സാമിനൊക്കെ വരയ്ക്കുന്ന പോലെ ഡയഗ്രാംസ് ഉള്ള നോട്ടാണ്. അപ്പം ആക്സിലേക്ക് നിങ്ങൾക്ക് അനാസ്റ്റമോസ് അറൗണ്ട് സ്കാപ്പുല, ആക്സിലറി നോട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ട് മതി. മക്കളെ നോക്കി ഈ നോട്ടിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത ഇതിനേക്കാളും നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് വരയ്ക്കാൻ കഴിയുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് നിങ്ങൾ ഇതന്നെ പോയി വരയ്ക്കുന്നത്. ഇത്രയും നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മൾ പഠിക്കും. ഓക്കെ, എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഒരു ചേട്ടൻ വരച്ചു വെച്ച നോട്ടുണ്ട്, ഇത് പഠിക്കണം, ഈ രീതിയിലാണ് ആക്സിലറേറ്റർ എക്സാമിന് വരയ്ക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഒരു ഉച്ചയാകുമ്പോഴേക്ക് നോട്ടൊക്കെ വായിച്ച് വരുന്നു. ഓക്കെ, അനാട്ടമി മാത്രമല്ല ഫിസിയോളജി ഉണ്ട്, ബയോകെം ഉണ്ട്, എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മളിപ്പോൾ എന്താക്കി, നമ്മളിപ്പം രാവിലെ എണീറ്റ് ടോപ്പിക്ക് നമുക്ക് കിട്ടി, അതിൽ വാട്ട് ടു റീഡ്, എന്താണ് അതിൽ വായിക്കേണ്ടത് മനസ്സിലായി. എന്നിട്ട് നമുക്ക് എന്തുണ്ട്, നമുക്ക് വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നോട്ട്സ് ഉണ്ട്. വീഡിയോസ് അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ കണ്ട് പഠിക്കുന്നു. ഏകദേശം ഇതിൻ്റെ കൂടെ ഒരു കഥയും കൂടി പറയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ കുറേ എല്ലാ ലൈവിലും പറയുന്നതാണ്, നിങ്ങൾ രാവിലെ 9 മണിക്ക് അവിടെ ഓപ്പൺ ലൈബ്രറിന് മുന്നിൽ പോയി നിന്നാൽ നിങ്ങൾ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ വരിയാൻ നിൽക്കുന്നതാണ്. ലൈബ്രറിൻ്റെ ഉള്ളിൽ കയറാണ്, ഗേറ്റ് 9 മണിക്ക് തുറക്കുക. രാത്രി 9 മണി ആയാലും കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കാണും. ആക്ച്വലി 99 ആണ്, പിന്നെ +2 അവർ കൂടി എക്സ്റ്റെൻഡ് ചെയ്തെന്ന് തോന്നുന്നു ലൈബ്രറി. മനസ്സിലാക്കേണ്ടത് 30 ഡേയ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് മുമ്പുള്ള ആ ദിവസം സ്റ്റഡി ലീവാണ്, ലീവല്ല സ്റ്റഡി ലീവാണ്, പഠിക്കാനുള്ള ലീവാണ്. അങ്ങനെ നിങ്ങൾ ഇരുന്നാൽ മാത്രമേ ഈ ഒരു ദിവസത്തെ ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് പഠിച്ച് തീരുള്ളൂ. അതനുസരിച്ചാണ് നിങ്ങൾ അത്രയും ടോപ്പിക് കിട്ടുന്നത്. കാരണം 30 ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടി ആൻഡ് യു ആർ സപ്പോസ് ടു ലേൺ. മനസ്സിലായി? ആ ദിവസങ്ങൾ നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ രാവിലെ മുതൽ ഇങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കൊരു 5 മണിയൊക്കെ ആകുമ്പോൾ വരെ ടോപ്പിക്കൊന്നും നീങ്ങില്ല. ബട്ട് അത്രയും പഠിച്ച് പിന്നെ 5 മണി മുതൽ 9 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മെല്ലെ ടോപ്പിക്ക് കയറി വരുന്നത്. പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക, ഇതെല്ലാം സ്മൂത്തായിട്ട് നടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം വീഡിയോസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്ന സമയത്താണ്. അപ്പം രാത്രി പഠിച്ചു കഴിഞ്ഞ് രാത്രിക്ക് ആവുന്ന സമയത്ത് ഏകദേശം നോക്കി ഒരു 60% ഞങ്ങൾ തന്ന ടോപ്പിക്ക് നിങ്ങൾ ഏകദേശം വീഡിയോസ് കണ്ടോ, നോട്ട്സ് വായിച്ചോ, നിങ്ങൾ ഏകദേശം നിങ്ങളെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കോ നിങ്ങൾ നോട്ട്സൊക്കെ വായിച്ച് 60% ഏകദേശം നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ അന്ന് രാത്രി നമ്മൾ എന്തെന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ ഫോവിയ പവർ പാക്ക് എസ്സേ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ഡേയിൻ്റെ കറസ്പോണ്ടിങ് എസ്സേസ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, ക്ലിനിക്കൽ എസ്സേസ്. കാരണം കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ യൂണിവേഴ്സിറ്റി ചോദിച്ചത് ഒരു ഗുണ്ട ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബാക്കിൽ നിന്ന് വെട്ടിയാൽ, അത് സപ്ലിമെൻ്ററി എക്സാമിൽ ചോദിച്ചതാണ്, ഒരു ഗുണ്ട പോകുമ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് വെട്ടിയാൽ ഏത് നെർവാണ്, ഏത് ആർട്ടറിയാണ്? റേഡിയൽ നെർവും പ്രൊഫണ്ട ബ്രേക്കി ആർട്ടറിയാലും. അത് തെറ്റിച്ച ഒരുപാട് പേരുണ്ട്. സപ്ലിമെൻ്ററിൽ ഒരു എസ്സേ തെറ്റിച്ചാൽ അറിയാലോ അതിൻ്റെ ഭവിഷ്യത്ത്. ഒരു എസ്സേ തെറ്റിച്ചാലൊന്നും ആരും പൊട്ടൂല, ബട്ട് യു നോ ദ ടെൻഷൻ റൈറ്റ്. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ക്ലിനിക്കൽ എസ്സേസിന് അത്രയും ഇമ്പോർട്ടൻസ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എസ്സേ അപ്പർ ലിമ്പിന് വലിയൊരു പാരഗ്രാഫ്, അതിൽ ആകെ ഒരു മെയിൻ ഒരു പോയിൻ്റേ ഉള്ളൂ, ലോസ് ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് റിസ്റ്റ് എന്ന് വെച്ചാൽ റിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ റിസ്റ്റ് ഡ്രോപ്പ്. എൻ്റെ ഉത്തരം റേഡിയൽ നെർവ്. ആ ഒരു വാക്ക് മതി. ഇറ്റ്സ് ലൈക്ക് എവറി ക്ലിനിക്കൽ ക്വസ്റ്റ്യൻ ആസ് എ ക്രക്സ്. എന്ന് വെച്ചാൽ അതെന്താണോ എസ്സേയിലേക്ക് സൂചിപ്പിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ക്രക്സ് ഉണ്ട്. ആ ക്രക്സ് മനസ്സിലാക്കലാണ് നിങ്ങളെ വിജയം. അത് മനസ്സിലാക്കണേ എന്ത് ചെയ്യണം? ഒരുപാട് എസ്സേ ചെയ്യണം. അതിനാണ് അപ്പം അന്ന് രാത്രി ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ അനാട്ടമി, ഇപ്പോൾ ഡേ 1 ആണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 എസ്സേസ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യും. ഗ്രൂപ്പിൽ ഒരു എസ്സേ ഡിസ്കസ് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നോട്ട്സ് ആപ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ കാണാം, ഞാൻ കാണിച്ചു തരാം. ഇപ്പം ആക്സിലിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ. ഇനി ഡിഫിക്കൽറ്റി ബൈ അപ്പൈൻ ഫോർസെപ്സ് ബ്രേക്കിൽ ഫ്ലെക്സസിൻ്റെ ഒരു എസ്സേ, പിന്നെ ബ്രസ്റ്റിൻ്റെ ഒരു എസ്സേ,
പിന്നെ വീണ്ടും ബ്രസ്റ്റിൻ്റെ ആക്സിലറി ലിംഫ് നോഡ് വിത്ത് ബ്രസ്റ്റ് ഒരു എസ്, ബ്രേക്കിയൽ പ്ലെക്സസിൻ്റെ അല്ലാത്ത എപ്സ് പോയിന്റ് വെച്ചിട്ട് എസ്, വീണ്ടും ബ്രേക്കിയൽ പ്ലെക്സസിൻ്റെ എസ്, കാരണം ക്ലംകേസും എപ്സും ഉണ്ടല്ലോ. അപ്പോൾ അത്രയും വെറൈറ്റി ഓഫ് ക്ലിനിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ദിവസവും 6 എസ് അല്ല, നിങ്ങൾ ഓരോ ക്ലിനിക്കൽ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്പർ ഓഫ് എസ് ഉണ്ടാവും. അപ്പോൾ എസ് എസിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടു. ഇതാണ് നമുക്ക് ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോവിയ പവർ പാക്ക് എസ് എസ്. ഇതിൻ്റെ ഹാർഡ് കോപ്പി അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കയ്യിൽ വെക്കാം. കാരണം നിങ്ങൾ ഈ ആപ്പ് തുറക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതിൽ തന്നെ ചെറിയ സ്ഥലമുണ്ട് ഇതിൽ സൊല്യൂഷൻ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളൊരു നോട്ട്സ് വെച്ചിട്ട് ചെയ്താൽ. അപ്പോൾ ഈ ബുക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ഫോവിയ പവർ പാക്ക് എസ് എ. ഓക്കെ, അങ്ങനെ എസ് എ കയ്യിൽ ആപ്പിൽ നോക്കുമ്പോൾ ഇത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. എസ്, കാരണം നിങ്ങൾ രാവിലെ ഒരു ടോപ്പിക്ക് പഠിച്ചു, രാവിലെ അതിൻ്റെ വീഡിയോസ് കണ്ടു, അല്ലെങ്കിൽ ടോപ്പിക്ക് പഠിച്ചു, രാത്രി ആവുന്ന സമയത്ത് അതിൻ്റെ എസ്സേസ് കാണുന്നു. ഈ എസ്സേസ് എന്ന് പറഞ്ഞാൽ ഫോവിയ അക്കാഡമിക് ടീം ഇരുന്ന് കമ്പ്യൂട്ടർ നോക്കി ഉണ്ടാക്കിയ എസ്സേ അല്ല. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിൻ്റെ ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ഈ അക്കാഡമിക് ടീം മണിക്കൂറോളം ഇരുന്ന് അത് സോർട്ട് ചെയ്ത് എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് വെച്ച് ക്രോഡീകരിച്ച ഒരു കളക്ഷൻ ഓഫ് എസ്സേസ് ആണ്. അപ്പം നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ വിശ്രാം സിംഗ് വെച്ചിട്ടുള്ള ഡയഗ്രാംസ് ആണ്, കാരണം വിശ്രാം സിംഗ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ ആപ്പിൽ അവൈലബിൾ ആണ്. SA2ൻ്റെ ആൻസർ ആ രീതിയിൽ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എക്സാമിന് എങ്ങനെ രാവിലെ ടോപ്പിക്കായി അതിൽ നിന്ന് എന്തൊക്കെ ചോദിക്കുന്ന എസ്സേസ് നിങ്ങൾ പഠിച്ചു, എസ്സേസ് വായിക്കുന്നു, എസ്സേൻ്റെ സൊല്യൂഷൻ കിട്ടുന്നു, ഇത്രയും ക്ലിയർ ആയി. അവിടെ നമ്മൾ മിസ്സായ ഒരു കാര്യമുണ്ട്. നമുക്ക് 80 മാർക്ക് മാത്രമേ തിയറി ഉള്ളൂ, ലൈക്ക് 80 മാർക്ക് മാത്രമേ ഈ സംഭവമുള്ളൂ. 20 മാർക്ക് ഒരു MCQ എന്നുള്ള സംഭവമുണ്ട്. അതിപ്പോൾ എന്താ ചെയ്യുക, കിട്ടിയാൽ പോയാൽ പോയല്ല, അതിന് നമ്മൾ പഠിക്കും. നമ്മളതിന് വലിയൊരു ആപ്പ് എടുത്തിട്ട് PG ലെവൽ എൻട്രൻസ് എക്സാം ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, നമ്മൾ യൂണിവേഴ്സിറ്റി ലെവൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യും. എവിടെ നിന്ന് രാത്രി അതിനും സമയം ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ ഫോവിയയിൽ. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സെക്ഷൻ കാണാം, MCQ ബാങ്ക്, ഇന്റേണൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താണ് നോക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് മോഡൽ എക്സാം, കുറച്ച് എസ്സേസ് ആൻഡ് ഇന്റേണൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് 2022 ഇനിയിപ്പം 2023 അപ്ലോഡ് ആവും. ഞാൻ ചോദിക്കണേ 12 ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഫസ്റ്റ് ആവറേജ്, സെക്കൻഡ് ആവറേജ്, ഫസ്റ്റ് ആവറേജിൽ 3 സബ്ജക്റ്റ്, സെക്കൻഡിൽ 3, തേർഡ് ആവറേജിൽ 6 പേപ്പർ. അപ്പോൾ ഒട്ടാകെ ഇത്രയും കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലെ 2021-2022 ബാച്ചിൽ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഫസ്റ്റ്, സെക്കൻഡ്, ഫൈനൽ. നിങ്ങൾ വെറുതെ വിൽ നോട്ട് ബി ലൈക്ക് എല്ലാ സമയത്തും നിങ്ങൾ ഒരേ മൂഡിലായിരിക്കില്ല, പഠിക്കുന്ന മൂഡിലായിരിക്കില്ല. ചിലപ്പോൾ ഇങ്ങനെ എന്തായാലും ഇങ്ങനെ ഫോൺ കളിക്കണം എന്നായിരിക്കും, ഫോൺ കളിച്ചോളൂ, ഫോൺ തുറന്ന് ഫോവിയ ആപ്പ് തുറന്ന് ഇങ്ങനെ എസ്സേസ് ഇങ്ങനെ നോക്കി കളിച്ചോളൂ. ഞാൻ തമാശ പറയുകയാണെങ്കിൽ പോലും നിങ്ങൾ ഈ എസ്സേസ് ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു ക്ലിനിക്കിന് ഉത്തരം കിട്ടുന്നില്ല, എത്രയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഒരു ബേസിക് ഐഡിയ കിട്ടാനും കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും എന്താണ് ചോദിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ എസ്സേസ് അവൈലബിൾ ആക്കി തന്നത്. അപ്പോൾ എസ്സേസായി കുറേ ക്വസ്റ്റ്യൻസ് കിട്ടി. അപ്പോൾ MCQ-നാണ് ഇപ്പോൾ അപ്പർ ലിംബ് തുറന്നാൽ നിങ്ങൾക്ക് അതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം MCQ ടെസ്റ്റ് 175 ടെസ്റ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ന്യൂ പാറ്റേൺ MCQ അപ്പർ ലിംബിൽ കണ്ടോ, ഇത് കുറച്ചുകൂടി ഉണ്ട്. ഓരോ ഇതിൽ ന്യൂ പാറ്റേൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓപ്ഷൻ കറക്റ്റ് 5 MCQ, മൾട്ടിപ്പിൾ ചോയ്സ് കറക്റ്റ് 5 MCQ, അസേഷൻ റീസണിംഗ് ഉള്ള 5 MCQ, പിന്നെ കേസ് ബേസ്ഡ് MCQ, എല്ലാം അപ്ലോഡ് ആയിട്ടുള്ളൊരു MCQ സെക്ഷനാണ് നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഏകദേശം പിന്നെ നമുക്ക് ഫിസിയോളജി ആണെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞത് മൊത്തം അനാട്ടമിയാണ്. ഫിസിയോളജി ആണെങ്കിൽ നിങ്ങൾക്കതിൽ ഫിസിയോളജി പ്രാക്ടിക്കൽ വീഡിയോസ് അവൈലബിൾ ആണ്. ഫിസിയോളജിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതിൻ്റെ നോട്ട്സ്, അതിൻ്റെ ഡയഗ്രാംസ്, എസ്പെഷ്യലി നോട്ട്സ് ഫോവിയ ആപ്പിൽ അവൈലബിൾ ആണ്. ഈ നിങ്ങളോടിപ്പോൾ പിരമിഡൽ ട്രാക്ട്, സ്പൈനൽ തലാമിക്, കോർട്ടിക്കോ സ്പൈനൽ, അങ്ങനെ കുറേ പെയിൻ പാത്ത്, അങ്ങനെ കുറേ പാത്ത് ഉണ്ട്. അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡയഗ്രാംസ്, ഞാനിപ്പോൾ സാമ്പിളായിട്ട് 2 ഡയഗ്രാംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഡയഗ്രാം ബുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇറ്റ്സ് ഓൾ സിസ്റ്റമാറ്റിക് മെത്തേഡിൽ പഠിക്കുക എന്നതാണ് നമ്മൾ ഫോവിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 30 ദിവസം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഞാൻ വേണമെങ്കിൽ ന്യൂറോ അനാട്ടമി വെച്ച് തുടങ്ങാം, എന്നിട്ടൊരു 10 ദിവസം മൊത്തം ന്യൂറോ അനാട്ടമി ഇരിക്കുമ്പോഴോ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി 20 ദിവസമുള്ളൂ, ബാക്കിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏകദേശം ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം, ഇതാണ് നമ്മളെ 100 days ഷെഡ്യൂൾ. ഇത് വെച്ചിട്ട് നമുക്ക് 30 days നമുക്ക് ഇത് വെച്ചിട്ട് ഒരു 30 days പ്ലാനർ ഉണ്ട്. അപ്പോൾ ഈ ഷെഡ്യൂൾ ഹാർഡ് കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് വെച്ചിട്ട് ഏകദേശം ഞാൻ day 1 ഇത്രയും ടോപ്പിക്ക് പഠിക്കണം. രാത്രി ആകുമ്പോൾ ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഉണ്ട്, രാത്രി ആകുമ്പോൾ കുറച്ച് എസ്സേസ്, എൻ്റെ ക്ലിനിക്കൽ എസ്സേ കാണാം, രാത്രി ആകുമ്പം അതിൻ്റെ MCQ ചെയ്യാം, എൻ്റെ ക്ലിനിക്കൽ എസ്സേൻ്റെ ഡിസ്കഷൻസ് ഉണ്ടാവും ഗ്രൂപ്പിൽ. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്. കാരണം അറ്റ് പ്രസൻറ്റ് യു വിൽ ഗോ ഡൗൺ, ഉറപ്പല്ലേ. കാരണം കുറേ ഇത്ര ഇങ്ങനെ പഠിച്ചൊരു 10 ദിവസമൊക്കെ ആകുമ്പോൾ നിങ്ങൾ യു വിൽ മൂവ് ഡൗൺ. ആ സമയത്ത് നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് നേടാം. നമ്മൾ ഞങ്ങൾ മെൻറ്ററെ വിളിച്ച് സംസാരിക്കാൻ, കരയാം. കുറേ പേര് ഞങ്ങൾ മെൻറ്ററൊക്കെ വിളിച്ച് ഞങ്ങൾ കരയേണ്ട, ചേട്ടാ ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. ഇത് ഫസ്റ്റ് ഇയർ പാസ്സാവുക എന്ന് പറയുന്നതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. ബട്ട്
അവസാനത്തെ 10 ദിവസം എന്തൊക്കെയോ അവിടുന്ന് ഇവിടുന്ന് നോക്കി ഫസ്റ്റ് ഇയർ പാസ്സായി സെക്കൻഡ് ഇയർ വാടിപ്പോയിട്ട് ഒന്നും മനസ്സിലാവാതെ ഇരിക്കുന്നതിനേക്കാളും ഭേദം എന്താ, ഒന്ന് സ്മൂത്തായിട്ട് നല്ല സ്മൂത്തായി ഇരുന്ന് പഠിച്ച് മെൻ്റൽ ഹെൽത്തിന് വാല്യൂ കൊടുത്ത് കുറച്ച് ഡെയിലി പഠിച്ച് ദെൻ ഒരു ജൂലൈ സ്റ്റാർട്ടിങ് സമയത്ത് ഒരു റിവിഷൻ കൂടി ആയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ നമുക്ക് എന്ത് വേണം. കാരണം മക്കളെ, നിങ്ങൾ സെക്കൻഡ് ഇയർ വാർഡിപ്പം ഈവൻ ഫൈനൽ ഇയറിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഇപ്പം നിങ്ങൾക്കിപ്പം ബ്രസ്റ്റ് ഒരു ലോങ് കേസാണ് സർജറിയിൽ. നിങ്ങളോട് ആദ്യം ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഓഫ് ബ്രസ്റ്റാണ്. ലിംഫിനോട് എന്താ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഓഫ് ബ്രസ്റ്റ്. അല്ലാണ്ട് നിങ്ങളോട് ബ്രസ്റ്റിൻ്റെ സർജറിയുടെ മറ്റേ കോംപ്ലിക്കേഷൻ ഒക്കെ ചോദിക്കുമെങ്കിൽ പോലും അറ്റ് ദ ബേസിക്സ് ഫുൾ അനാറ്റമി. കാരണം ഒരു വലിയൊരു ഡോക്ടറെ ബിൽഡ് ചെയ്യുന്നതിൽ ഏറ്റവും അതിൻ്റെ ബേസിക് സംഭവം ഈ അനാറ്റമി ഫിസിയോ ബയോകെമില, എസ്പെഷ്യലി അനാറ്റമി ആൻഡ് ഫിസിയോ. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഇയർ എങ്ങനെയാലും പാസ്സാവും. ഫസ്റ്റ് ഇയർ വായിച്ചില്ലെങ്കിലും പാസ്സാവും എന്ന് പറഞ്ഞ പോലെ എങ്ങനെയൊക്കെ നിങ്ങൾ തട്ടിമുട്ടി പാസ്സാവും. ബട്ട് ആ പാസ്സാവുന്നതിന് അതിൻ്റെതായ ഒരു സ്മൂത്ത് ഒരു നല്ലൊരു മെത്തേഡിൽ മാനസിക എന്താ പറയുക ആരോഗ്യമൊക്കെ പരിഗണിച്ച് ദിവസം കുറച്ച് പഠിച്ച് എല്ലാ മക്കളും, കാരണം ഞങ്ങളുടെ കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസും ഇപ്പം നമുക്ക് 3 ബാച്ചാണുള്ളത്. ഒന്ന് ജൂൺ 1, ജൂൺ 7, ജൂൺ 12. അപ്പോൾ ഏതെങ്കിലും ഒരു 3 ബാച്ചിൽ ഏതെങ്കിലും ഒരു ഭാഗമാവുക, ഞങ്ങളെ കൂടെ ഇരുന്ന് പഠിക്കുക. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതോ ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം ഇതെല്ലാം സാധാരണമാണ്. എല്ലാവരും ഈ ഫേസിലൂടെ കടന്നു പോയതാണ്. എത്രത്തോളം ഈ ഫേസ് നിങ്ങൾക്ക് സിമ്പിളാക്കി തരാൻ കഴിയും, അതിനാണ് ഞങ്ങൾ ഇത്രയും മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നത്. അപ്പം ഫോവിയുടെ കൂടെ ഭാഗമാവുക. എല്ലാവിധ സഹായത്തിനും ഞങ്ങൾ ഉണ്ടാവുന്നതാണ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.